ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തിയറി ഓഫ് രസ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഏതൊരു എക്സാമിനും പോലും സിലബസിൽ വരാവുന്ന ഒരു ടോപ്പിക്കാണ് ഈ തിയറി ഓഫ് രസ എന്നുള്ളത്. അതിലുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് എല്ലാതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് കുറച്ചെണ്ണം മാത്രം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കണം. മാത്രവുമല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണൊക്കെ മാറിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്കൊരു ചെറിയൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ മാത്രമേ ഇപ്പോൾ ഇതാവുന്നുള്ളൂ. ശരിക്കും നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം പഠിക്കേണ്ട രീതിയിലേക്ക് മാറണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ തിയറി ഓഫ് രസ? ക്വസ്റ്റ്യൻ ഇതാണ്: ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ തിയറി ഓഫ് രസ? ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ തിയറി ഓഫ് രസ? ആൻസർ: ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അഭിനവ് ഗുപ്ത. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അഭിനവ് ഗുപ്ത in his commentary on Bharadas Natyashastra. It was introduced by Abhinav Gupta in his commentary on ഭരദാസ് നാട്യശാസ്ത്ര. ചോദിക്കും, അഭിനവ് ഗുപ്തയാണ് ഏത് തിയറി ഓഫ് രസ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ചിലപ്പോൾ മാറിയേക്കാൻ നമുക്ക് ഡൗട്ട് വരാം, ഭരതയാണോ അഭിനവ് ഗുപ്തയാണോ? അഭിനവ് ഗുപ്ത തന്നെയാണ്, പക്ഷേ ഏതിലൂടെയാണ്? ഇൻ ഹിസ് കമൻറ്ററി ഓൺ ഭരദാസ് നാട്യശാസ്ത്ര. അപ്പോൾ അവിടെ വേറൊരു ക്വസ്റ്റിനും സാധ്യതയുണ്ട്. നാട്യശാസ്ത്രം ആരുടെയാണ്? ഭാരതയുടെയാണ്. ഭാരതയുടെ നാട്യശാസ്ത്രയ്ക്കുള്ളൊരു കമൻറ്ററിയിലാണ് അഭിനവ് ഗുപ്ത തിയറി ഓഫ് രസ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓർക്ക് മറന്നു പോവരുത്, അങ്ങനെ തന്നെ അത് പഠിക്കുക. തിയറി ഓഫ് രസ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അഭിനവ ഗുപ്ത. അഭിനവ ഗുപ്ത. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദി അൾട്ടിമേറ്റ് എൻഡ് ഓഫ് ഓൾ ലിറ്ററേച്ചർ? ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദി അൾട്ടിമേറ്റ് എൻഡ് ഓഫ് ഓൾ ലിറ്ററേച്ചർ? ആൻസർ എന്താണ്? രസ. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദി അൾട്ടിമേറ്റ് എൻഡ് ഓഫ് ഓൾ ലിറ്ററേച്ചർ എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? രസയാണ് അല്ലേ? കാരണം എല്ലാറ്റിൻ്റെയും ഒരു എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈസ്തറ്റിക് സെൻസിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? രസ. നമുക്കുണ്ടാകുന്ന എന്താണ്? രസയാണ്. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദി അൾട്ടിമേറ്റ് എൻഡ് ഓഫ് ഓൾ ലിറ്ററേച്ചർ അല്ലേ? ഏത് തരത്തിലുള്ള ലിറ്ററേച്ചർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവസാനമായിട്ട് ഉണ്ടാകുന്ന എന്താണ്? രസയാണ്. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദി അൾട്ടിമേറ്റ് എൻഡ് ഓഫ് ഓൾ ലിറ്ററേച്ചർ എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? രസ. രസയാണ് അൾട്ടിമേറ്റ് എൻഡ് ഓഫ് ഓൾ ലിറ്ററേച്ചർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? Which are the combinations of rasa? Which are the combinations of rasa? എന്തൊക്കെ കൂടിയാലാണ് രസ ഉണ്ടാവുക? രസ എന്ന് പറഞ്ഞാൽ ഒരൊറ്റൊന്നല്ല, അത് എന്തിൻ്റെയൊക്കെയോ ഒരു കോമ്പിനേഷനാണ് എന്ത്? രസ എന്ന് പറയുക. വിച്ച് ആർ ദ കോമ്പിനേഷൻസ് ഓഫ് രസ? ഏതൊക്കെയാണ്? വിഭവ, അനുഭാവ, വ്യഭികാരി ഭാവ. വിഭവ, അനുഭാവ, വ്യഭികാരി ഭാവ. വിഭവാനുഭാവ, വ്യഭികാരി ഭാവ എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. ഓക്കെ, വിഭവാനുഭാവ, വ്യഭികാരി ഭാവ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്മൾ ഭരതയുടെ നാട്യശാസ്ത്രം മുൻപ് കണ്ടു, കാരണം അതിൻ്റെ ഒരു കമൻറ്ററിയിലാണ് അഭിനവ് ഗുപ്ത തിയറി ഓഫ് രസ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി ചാപ്റ്റേഴ്സ് ആർ ദർ ഇൻ ഭരദാസ് നാട്യശാസ്ത്ര? ഹൗ മെനി ചാപ്റ്റേഴ്സ് ആർ ദർ ഇൻ ഭരദാസ് നാട്യശാസ്ത്ര? ഭരതയുടെ നാട്യശാസ്ത്രയിൽ എത്ര ചാപ്റ്റേഴ്സ് ആണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ മെനി ചാപ്റ്റേഴ്സ് ആർ ദർ ഇൻ ഭരദാസ് നാട്യശാസ്ത്ര? എത്രയാണ്? 36 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. 36 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്തതിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതാണ് ഇന്ന് ലാഗ് ചെയ്ത് പോകുന്നത്. ഹൗ മെനി ചാപ്റ്റേഴ്സ് ആർ ദർ ഇൻ ഭരദാസ് നാട്യശാസ്ത്ര? എത്രയാണ്? 36 ചാപ്റ്റേഴ്സ് ആണ് പറയുന്നത്. ഹൗ മെനി ചാപ്റ്റേഴ്സ് ആർ ദർ ഇൻ ഭരദാസ് നാട്യശാസ്ത്ര എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? 36 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഓർത്ത് വയ്ക്കുക, 36 ചാപ്റ്റേഴ്സാണ് ഭരതയുടെ നാട്യശാസ്ത്രയിൽ വരുന്നത്. ഓക്കെ, ഇനി
അടുത്തൊരെണ്ണം ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഭരതയുടെ നമ്മൾ രസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആകെ 8 ഭരത പറയുന്നത്, പിന്നെ 9ാമത്തെ അദ്ദേഹം പറഞ്ഞതല്ല. അപ്പോൾ ആ 9ാമത്തെ രസം ഏതാണെന്നാണ് ചോദിക്കുന്നത്. വിച്ച് ഈസ് ദ 9th രസ, വിച്ച് ഈസ് ദ 9th രസ. ആ 9ാമത്തെ രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ല. വിച്ച് ഈസ് ദ 9th രസം. നമുക്കറിയാം നവരസങ്ങൾ എന്നാണല്ലോ നമ്മൾ പറയാം. ആ നവരസങ്ങളിൽ ആ നവം അല്ലെങ്കിൽ 9ാമത്തെ രസം ഏതാണെന്നാണ് ചോദ്യം. അതാണ് ശാന്തരസ. ശാന്തരസ. ഓക്കെ. വിച്ച് ഈസ് ദ 9th രസ എന്ന് ചോദിച്ചാൽ ആൻസർ ശാന്തരസ. ശാന്തം, ശാന്തം അല്ലേ, ശാന്തമായിട്ടുള്ള ശാന്തരസയാണ് 9ാമത്തെ രസം. ഇനി 6ാമത്തെ ചോദ്യം ഇതാണ്. Who is the first to write on aesthetics? Who is the first to write on aesthetics? ആരാണ് അല്ലേ ഫസ്റ്റ് ഈസ്തറ്റിക്സിനെ കുറിച്ച് ആദ്യമായിട്ട് ആരാണ് എഴുതിയത്? ഹൂ ഈസ് ദ ഫസ്റ്റ് ടു റൈറ്റ് ഓൺ ഈസ്തറ്റിക്സ്. ആൻസർ എന്താണ്? ഭരത. ഭരതയാണ് ഈസ്തറ്റിക്സിനെ കുറിച്ച് ആദ്യമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ആദ്യം എഴുതുന്നത്. ഭരത ഏതിലൂടെയാണ്? ത്രൂ ഹിസ് നാട്യശാസ്ത്ര. ഹൂ ഈസ് ദ ഫസ്റ്റ് ടു റൈറ്റ് ഓൺ ഈസ്തറ്റിക്സ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഭരത ത്രൂ ഹിസ് നാട്യശാസ്ത്ര. ഭരതയാണ് നാട്യശാസ്ത്ര. തിയറി ഓഫ് രസ അഭിനവഗുപ്തയാണ്. അഭിനവഗുപ്ത തിയറി ഓഫ് രസ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഭരതയുടെ നാട്യശാസ്ത്രയുടെ കമൻറ്ററിയിലൂടെയാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക. ഫസ്റ്റ് ടു റൈറ്റ് ഓൺ ഈസ്തറ്റിക്സ് ചോദിച്ചത് ആരാണ്? ഭരതയാണ്. അദ്ദേഹത്തിൻ്റെ നാട്യശാസ്ത്രയിലൂടെ. തിയറി ഓഫ് രസ ബൈ ആരാണ്? അഭിനവഗുപ്ത. ഇനി 7ാമത്തെ ചോദ്യം എന്താണ്? Who is the proponent of അനുമിതിവാദ or inference theory? അനുമിതിവാദ ഓർ ഇൻഫറൻസ് തിയറി. നമ്മുടെ ഈ ഒരു നാട്യശാസ്ത്രയുടെ ഇത് കാര്യം പറയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങളിലൂടെ ഓരോരുത്തരുടെ തിയറികളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹൂ ഈസ് ദ പ്രൊപ്പോണൻ്റ് ഓഫ് അനുമിതിവാദ ഓർ ഇൻഫറൻസ് തിയറി? കുറേ ആളുണ്ട് കേട്ടോ. ഭട്ടലുള്ളത്, ഭട്ടനായക, ശങ്കൂക എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ വരുന്നുണ്ട്. അതിൽ ആരാണ് അനുമിതിവാദ ഓർ ഇൻഫറൻസ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ആരാണ്? ശങ്കൂക. ആൻസർ ശങ്കൂക. ഹൂ ഈസ് ദ പ്രൊപ്പോണൻ്റ് ഓഫ് അനുമിതിവാദ ഓർ ഇൻഫറൻസ് തിയറി? ആൻസർ ആരാണ്? ശങ്കൂക. ശങ്കൂക ഈസ് ദ പ്രൊപ്പോണൻ്റ് ഓഫ് അനുമിതിവാദ ഓർ ഇൻഫറൻസ് തിയറി. അനുമിതിവാദ ഓർ ഇൻഫറൻസ് തിയറി ബൈ ശങ്കൂക. ഇനി അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. There are two kinds of vibhava. Which are they? There are two kinds of vibhava. Which are they? There are two kinds of vibhava. Which are they? നമ്മൾ പഠിച്ചാണ് വിഭവ, അനുഭാവ ആൻഡ് വ്യഭികാരി ഭാവ. വിഭവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് കണ്ടീഷനാണ്. ഒബ്ജക്റ്റീവ് കണ്ടീഷൻ വിച്ച് ദ ഒബ്ജക്റ്റീവ് കണ്ടീഷനാണ് അതിൻ്റെ നമുക്കൊരു രസം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് കണ്ടീഷനാണ് വിഭവ എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ വിഭവ, അനുഭാവ, വ്യഭികാരി ഭാവ എന്ന് പറഞ്ഞ 3 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിഭവയെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. 2 തരത്തിലുള്ള വിഭവയാണ് പറഞ്ഞത്. അതിൽ ഏതൊക്കെയാണ്? ആലംബന വിഭാവ ആൻഡ് ഉദ്ദീപന വിഭാവ. ആലംബന വിഭാവ, ഉദ്ദീപന വിഭാവ. There are two kinds of വിഭവ വിച്ച് എന്ന് വെച്ചാൽ ആലംബന വിഭവ, ഉദ്ദീപന വിഭവ. അതിൽ വിഭവ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഒബ്ജക്റ്റീവ് കണ്ടീഷനാണ്. പിന്നെ ഒബ്ജക്റ്റീവ് രസ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റീവ് കണ്ടീഷനാണ്. പിന്നെ എന്താ പറയുക, വിഭവ അനുഭവ, വ്യഭികാരി ഭാവയിലെ വിഭവയെ 2ആയിട്ട് ഓരോന്നിനും തിരിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതാണ് ഇങ്ങനെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഓരോന്നിനെയും കുറിച്ച് ശരിക്കും പറഞ്ഞാൽ പറയാനുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അതിങ്ങനെ ഈ ഒരു പാറ്റേൺ ആയതുകൊണ്ട് പറഞ്ഞിട്ടില്ല.
നോക്കാം നമുക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ 2 kinds ഓഫ് വിഭവയാണ്. ആലംബന വിഭവ, ഉദ്ദീപന വിഭവ. 2 തരത്തിലുള്ള വിഭവമാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് വിഭവ മീൻ? എന്താണ് വിഭവ? കണ്ടോ, ഞാൻ നേരത്തെ അത് പറയാൻ കാരണം അടുത്ത ക്വസ്റ്റ്യൻ തന്നെ അതാണ്. വാട്ട് ഡസ് വിഭവ മീൻ? എന്താണ്? വിഭവ ഈസ് ദി ഒബ്ജക്റ്റീവ് കണ്ടീഷൻ പ്രൊഡ്യൂസിങ് ആൻ ഇമോഷൻ. ഓക്കെ, വിഭവ ഈസ് ദി ഒബ്ജക്റ്റീവ് കണ്ടീഷൻ പ്രൊഡ്യൂസിങ് ആൻ ഇമോഷൻ. ഓക്കെ, ഇമോഷൻ ഉണ്ടാക്കാനുള്ള ഒരു ഒബ്ജക്റ്റീവ് കണ്ടീഷനാണ് വിഭവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അനുഭവ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സർക്കംസ്റ്റാൻസസ് ആണ് വരുന്നത്. വ്യഭിചാരി എന്ന് പറയുമ്പോൾ നമ്മുടെ ലാസ്റ്റ് വേർഡ്, അതായത് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇമോഷനാണ് അതിൽ കാണിക്കുന്നത്. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. വാട്ട് ഡസ് വിഭവ മീൻ? വിഭവ മീൻ എന്താണ്? വിഭവ ഇസ് ദി ഒബ്ജക്റ്റീവ് കണ്ടീഷൻ പ്രൊഡ്യൂസിങ് ആൻ ഇമോഷനാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ ഓരോ ടേമിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്കൊരു ടൈം ഇല്ലാത്തത് കാരണം നമ്മൾ പറയുന്നില്ല. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂ ഇൻട്രൊഡ്യൂസ് ദ ടേം ഉത്പത്തിവാദ ഓർ കോസേഷൻ തിയറി? ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം ഉത്പത്തിവാദ ഓർ കോസേഷൻ തിയറി? ഹൂ ഇൻട്രൊഡ്യൂസ് ദ ടേം ഉത്പത്തിവാദ ഓർ കോസേഷൻ തിയറി? ആരാണ്? ഭട്ടലൊല്ലത. ഹൂ ഇൻട്രൊഡ്യൂസ് ദ ടേം ഉത്പത്തിവാദ ഓർ കോസേഷൻ തിയറി? ആരാണ്? ആൻസർ ഭട്ടലൊല്ലത. ഹൂ ഇൻട്രൊഡ്യൂസ് ദ ടേം ഉത്പത്തിവാദ ഓർ കോസേഷൻ തിയറി? ഭട്ടലൊല്ലത. നേരത്തെ നമ്മളൊന്ന് പറഞ്ഞു, അതേതാണ്? അനുമിതിവാദ ഓർ ഇൻഫറൻസ് തിയറി? ശങ്കുക. അനുമിതിവാദ ഓർ ഇൻഫറൻസ് തിയറി ശങ്കുക. ഇതെന്താണെന്നാണ് പറഞ്ഞത്? ഉത്പത്തിവാദ ഓർ പൊസേഷൻ തിയറി. ഭട്ടലൊല്ലത. ഓക്കെ, ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ലൊല്ലത വിച്ച് acts as a catalyst in the formation of rasa? According to Lollada, which acts as a catalyst in the formation of rasa? Answer എന്താണ്? വ്യഭിചാരി ഭാവ. According to Lollada, which acts as a catalyst in the formation of rasa എന്ന് ചോദിച്ചാൽ ആൻസർ വ്യഭിചാരി ഭാവയാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. ഈ ഓരോ തിയറിയും ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. അക്കോർഡിംഗ് ടു Lollada, which acts as a catalyst in the formation of rasa? Answer വ്യഭിചാരി ഭാവ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു രണ്ട് തിയറി പറഞ്ഞു. അനുമിതിവാദ ഓർ ഇൻഫറൻസ് തിയറി ആരാണ്? ശങ്കുക. അനുമിതിവാദ ഓർ ഇൻഫറൻസ് തിയറി ശങ്കുകയാണ്. ഉത്പത്തിവാദ ഓർ കോസേഷൻ തിയറി ഭട്ടലൊല്ലതയാണ്. ഇനി ലൊല്ലതയുടെ അഭിപ്രായത്തിൽ ഒരു ഫോർമേഷൻ ഓഫ് രസയിൽ കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന എന്താണ് ചോദിക്കുമ്പോൾ വ്യഭിചാരി ഭാവയാണ് കാറ്റലിസ്റ്റ് ആയിട്ട്. ശരിക്കും പറഞ്ഞ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ആ ഒരു കാര്യത്തിലൂടെയാണ് ഇത് പറഞ്ഞു കൊണ്ടുപോയിരിക്കുന്നത്. ഇനി 12ാമത്തെ ചോദ്യം. വിച്ച് ആർ ദ പ്രൈമറി ഈസ്തറ്റിക് ഇമോഷൻസ് ഓർ രസ? വിച്ച് ആർ ദ പ്രൈമറി ഈസ്തറ്റിക് ഇമോഷൻസ് ഓർ രസാസ്? ഏതൊക്കെയാണ്? വിച്ച് ആർ ദ പ്രൈമറി ഈസ്തറ്റിക് ഇമോഷൻസ് ഓർ രസാസ്? ഏതൊക്കെയാണ് പ്രൈമറി ഈസ്തറ്റിക് ഇമോഷൻസ് അല്ലെങ്കിൽ രസ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? നമുക്കറിയാം, നവരസങ്ങളാണെന്നറിയാം. ഓരോന്നും പഠിക്കണം. കാരണം ഇത് പലപ്പോഴും ഒരു എക്സാമിന് ഇത് ഏതിനാണെന്ന് ഞാൻ ഓർക്കില്ല, പക്ഷെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കാം. ശൃംഗാര, ഹാസ്യ, കരുണ, ഹാസ്യ, കരുണരൗദ്ര, കരുണരൗദ്ര. അപ്പോൾ അതിൽ നോക്കുക. ശൃംഗാരം എന്ന് പറയുന്നത് എന്താണ്? ലവ് അല്ലെങ്കിൽ ബ്യൂട്ടി. അല്ലെ, ശൃംഗരിക്കുക. ലവ് ആൻഡ് ബ്യൂട്ടി. ഹാസ്യം എന്ന് പറയുന്നത് എന്താണ്? ലോഫറാണ്. ഹാസ്യ, ലോഫർ. കരുണ, സോറോ. ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഇംഗ്ലീഷ് വേർഡിലായിരിക്കും ആ ഒരു ലെവലിൽ ചോദിക്കുകയാണെങ്കിൽ മറയണം ഇതിൻ്റെ നേരെ അതിൻ്റെ അല്ലെങ്കിൽ കരുണ എന്ന് പറഞ്ഞതിൻ്റെ വാക്ക് ഏതാണ് ഇതിന്
ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇങ്ങനെ ഓരോ പ്രസ്താവന ആ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ മാച്ച് ദ ഫോളോവിങ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണത്. കാരണം ഹാസ്യ തന്നിട്ട് ചിലപ്പോൾ ആങ്കർ അല്ലെങ്കിൽ കറേജൊക്കെ കൊടുക്കുക, അപ്പോൾ അതിന് മാച്ച് ചെയ്യാനൊക്കെ ആ രീതിയിലൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഹാസ്യ, കരുണ ഏതൊക്കെയാണ്? ശൃംഗാര, ഹാസ്യ, കരുണ, പിന്നെ രൗദ്ര. രൗദ്രയ്ക്ക് എന്താണ്? ആങ്കർ. രൗദ്രയ്ക്ക് ആങ്കർ, രൗദ്ര, ആങ്കർ. വീര, 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 ഹീറോയിസം ഓർ കറേജ്, വീരം, ഹീറോയിസം ഓർ കറേജ്. ഇനി ഭയാനകം, ടെറർ ഓർ ഫിയർ, ഭയാനകം, ടെറർ ഓർ ഫിയർ, ഭയാനകം, ടെറർ ഓർ ഫിയർ. പിന്നെ ബീഭത്സ, ബീഭത്സ്യ അല്ലെങ്കിൽ ബീഭത്സം, ബീഭത്സം എന്താണ്? ഡിസ്ഗസ്റ്റ്, ബീഭത്സം ഡിസ്ഗസ്റ്റ്, ഡിസ്ഗസ്റ്റ്, ബീഭത്സം ഡിസ്ഗസ്റ്റ്. അത്ഭുത, അത്ഭുതം ഏതൊക്കെയാണ്? സർപ്രൈസ്, വണ്ടർ, അത്ഭുതം, സർപ്രൈസ് ഓർ വണ്ടർ. ഡാൻസ് പഠിച്ചവർക്ക് നല്ല എളുപ്പമായിരിക്കും കേട്ടോ, ഇതെന്തായാലും കിട്ടും. ഓക്കെ, അത്ഭുതം, സർപ്രൈസ് ഓർ വണ്ടർ. ഇനി ശാന്ത, ശാന്തരസ, പീസ് ഓർ ട്രാങ്കുലിറ്റി. 9th രസമാണ് ശാന്ത. നമ്മൾ പറഞ്ഞു ഭരത ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു രസം ഏതാണെന്ന് ചോദിച്ചാലും ശാന്തരസയാണെന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്ക് ഏതൊക്കെയാണ് നവരസങ്ങൾ? ശൃംഗാര, ഹാസ്യ, കരുണ, രൗദ്രം, വീരം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ഓക്കെ, ഇത് നമുക്ക് ഒരു കോഡ് രൂപത്തിൽ, ഇതെങ്ങനെ പഠിച്ചാലും ചിലപ്പോൾ മറന്നു പോയെന്ന് വരാം. നമുക്കൊരു കോഡ് രൂപത്തിൽ ഇവിടെ ഞാൻ എഴുതിൻ്റെ ASKR, വീര, ഭദ്രനെ ഭീഷണിപ്പെടുത്തിയും. AD കഴിഞ്ഞ് കുറച്ചൊരു സ്പേസ് കൊടുത്തിട്ട് അത് അടിച്ചൊന്ന് വായിക്കുക. AD സെപ്പറേറ്റ് മനസ്സിൽ കാണാം. പിന്നെ SH സെപ്പറേറ്റ് കൊടുത്തിട്ട് SHOW, ഷോ, ഷോ കാണിച്ചു. ഇങ്ങനെ ആലോചിക്കുക. അസ്കർ, അസ്കർ എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മൾ പറയാണ് ശൃംഗാരം അല്ലേ? ശൃംഗാരം, അതേപോലെ തന്നെ കരുണം, കരുണം, രൗദ്രം. അവിടെ A അല്ല കേട്ടോ, എയുടെ പകരം നമ്മൾ കൊടുക്കേണ്ടത് H ആയിരുന്നു, അറിയാണ്ട് തെറ്റിപ്പോയതാണ്. ഹസ്കർ, HSKR, ഹസ്കർ. അപ്പോൾ ആദ്യം ഹാസ്യം കൊടുക്കുക, ഹാസ്യം. പിന്നെ എന്താണ്? ശൃംഗാരം, കരുണം, രൗദ്രം, ഹസ്കർ. HSKR ആക്കുക കേട്ടോ, HSKR, ഹസ്കർ. ഏതാണ്? ഹാസ്യം, ശൃംഗാരം, കരുണം, രൗദ്രം. ഹസ്കർ, ഹസ്കർ എന്ത് ചെയ്തു? വീരഭദ്രനെ, വീരഭദ്രനെ, വീര, ഭദ്രന് ഭയാനകം, ഭദ്രനെ ഭീഷണിപ്പെടുത്തിയും. ബീഭത്സ്യം, ബീഭത്സം, ഭീഷണിപ്പെടുത്തിയിലത്തെ ഭീഷണിപ്പെടുത്തിയും. ഇനി അത്ഭുതത്തിലെ അടിച്ചും, അടിച്ചു എന്ന് പറയുമ്പോൾ അത്ഭുതം. പിന്നെ ഷോ കാണിച്ചു, ഷോ എന്താണ്? ശാന്തം, ശാന്തം. ഓക്കെ, ഹസ്കർ വീരഭദ്രനെ, വീരഭദ്രനെ ഭീഷണിപ്പെടുത്തിയും അടിച്ചും ഷോ കാണിച്ചു. ഓക്കെ, ഇനി 13ാമത്തെ. അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏതൊക്കെയാണ്. നമ്മൾ പറഞ്ഞു ഹാസ്യം വരുന്നുണ്ട് അല്ലേ? ഹാസ്യം, ശൃംഗാരം, കരുണം, 6 രൗദ്രം, വീര, വീരം, ഭദ്രന്, ഭയാനകം, ഭീഷണിപ്പെടുത്തി, ബീഭത്സം, അടിച്ചും, അത്ഭുതം, ഷോ കാണിച്ചു, ഷോ ശാന്തം. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് എ ഗ്രേറ്റ് യൂണിഫയർ ഓഫ് ഹ്യൂമാനിറ്റി. ആൻസർ എന്താണ്? ആർട്ട്. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് എ ഗ്രേറ്റ് യൂണിഫയർ ഓഫ് ഹ്യൂമാനിറ്റി. ആർട്ടാണ്. ഗ്രേറ്റ് യൂണിഫയർ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുമ്പോൾ ആർട്ടാണ്. ആർട്ടാണ് എല്ലാവരുടെയും ഒരു ഗ്രേറ്റ് യൂണിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏതാണ്? ആർട്ടാണ്. ആർട്ട്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ ടേം ഈസ്തെറ്റിക്സ് മീൻ? വാട്ട് ഡസ് ദ ടേം ഈസ്തെറ്റിക് മീൻ? വാട്ട് ഡസ് ദ ടേം ഈസ്തെറ്റിക് മീൻ? എന്താണ്? എന്താണ് ഈസ്തെറ്റിക് എന്നുള്ള വേർഡ് കൊണ്ട്, ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ, ഇറ്റ് മീൻസ് സെൻസ് പെർസെപ്ഷൻ. It means sense perception. What does the term aesthetic mean? Answer, it means sense perception. Aesthetic, sense perception. Sense, aesthetics means sense perception. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. Which are the 3 most important contributions of Bhattanayaka to Rasa?
which are the three most important contributions of Bhattanayaka to Rasa? Bhattanayaka to Rasa. Bhattanayaka to Rasa. Answer: Sadharanigara, Bhavagatva and Bhojagatva. Which are the three most important contributions of Bhattanayaka to Rasa? Answer: Sadharanigara, Bhavagatva, Bhojagatva. സാധാരണീകര, ഭാവകത്വ, ബോജകത്വ. വിച്ച് ആർ ദ ത്രീ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ഭട്ടനായക ടു രസ എന്ന് ചോദിച്ചാൽ സാധാരണീകര, ഭാവകത്വ, ബോജകത്വ. ഇൻഫറൻസ് തിയറി അറിയാം, അനുമിതിവാദ, ശങ്കൂകയാണ്, പിന്നെ കോസേഷൻ തിയറി അറിയാം. ആരാണെന്ന് നമ്മൾ പറഞ്ഞു? ഭട്ടലൊല്ലതയാണ് കോസേഷൻ തിയറി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഉത്പത്തിവാദ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ 3 ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ഭട്ടനായകയുടെ വക രസയിലേക്കുള്ള 3 ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ആണ് സാധാരണീകര, ഭാവകത്വ ആൻഡ് ബോജകത്വ. ഈ 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൂ ഈസ് ദ പ്രൊപ്പോണൻറ്റ് ഓഫ് ഭുക്തിവാദ ഓർ എൻജോയ്മെൻറ്റ് തിയറി? Who is the proponent of Bhuktivada or enjoyment theory? Answer: Bhattanayaka. Who is the proponent of Bhuktivada or enjoyment theory? Answer: Bhattanayaka. Bhattanayaka. ഇപ്പം നമ്മൾ ഭട്ടനായകനെ കുറിച്ച് പറഞ്ഞുള്ളൂ. 3 കോൺട്രിബ്യൂഷൻസ് നമ്മൾ പറഞ്ഞു: സാധാരണീകര, ഭാവകത്വ, ബോജകത്വ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തിയറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഹു ഈസ് ദ പ്രൊപ്പോണൻറ്റ് ഓഫ് ഭുക്തിവാദ ഓർ എൻജോയ്മെൻറ്റ് തിയറി? പറഞ്ഞ ആൻസർ ഭട്ടനായക. ഭട്ടനായക. ഓർത്തിരിക്കുക. മറ്റ് 2 തിയറി, ഇൻഫറൻസ് തിയറി അല്ലെങ്കിൽ എന്താണ് അനുമിതിവാദ, ശങ്കൂക, പിന്നെ കൊസേഷൻ തിയറി നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഉൽപ്പത്തിവാദ ആരാണ്? ഭട്ടലൊല്ലത. ഇവിടെ ഭുക്തിവാദ ഓർ എൻജോയ്മെൻറ്റ് തിയറി ഭട്ടനായക. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ചീഫ് മെറിറ്റ് ഓഫ് അഭിനവ ഗുപ്താസ് ഈസ്തറ്റിക് തിയറി? വാട്ട് ഈസ് ദ ചീഫ് മെറിറ്റ് ഓഫ് അഭിനവ ഗുപ്താസ് ഈസ്തറ്റിക് തിയറി? കാരണം ഈ ഒരു ഭരതയുടെ നാട്യശാസ്ത്രയോട് ഒരു അതിൽ പിന്നെ ഏറ്റവും കൂടുതൽ അടുത്തേക്ക് വന്നിട്ടുള്ള ഒരു അതിലേക്ക് കൂടുതലായിട്ട് നമ്മൾ ഒന്നുകൂടി നോക്കുന്ന അഭിനവ ഗുപ്തയുടെ തിയറി ഓഫ് ഡെസൈനാണ് നമ്മൾ ഒന്നുകൂടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളത്, വാട്ട് ഈസ് ദ ചീഫ് മെറിറ്റ് ഓഫ് അഭിനവ ഗുപ്താസ് ഈസ്തറ്റിക് തിയറി എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? ദ ചീഫ് മെറിറ്റ് ഓഫ് അഭിനവ ഗുപ്താസ് ഈസ്തറ്റിക് തിയറി ഈസ് in its clarifications of the perplexing issues in aesthetics. അപ്പോൾ വാട്ട് ഈസ് ദ ചീഫ് മെറിറ്റ് ഓഫ് അഭിനവ ഗുപ്താസ് ഈസ്തറ്റിക് തിയറി എന്ന് വെച്ചാൽ ആൻസർ എന്താണ്? ദ ചീഫ് മെറിറ്റ് ഓഫ് അഭിനവ ഗുപ്താസ് ഈസ്തറ്റിക് തിയറി ഈസ് in its clarifications of the perplexing issues in aesthetics. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ് എന്താണ്? ദ ചീഫ് മെറിറ്റ് ഓഫ് അഭിനവ് ഗുപ്താസ് ഈസ്തറ്റിക് തിയറി ഈസ് ഇൻ ഇറ്റ്സ് ക്ലാരിഫിക്കേഷൻസ് ഓഫ് ദ പെർപ്ലെക്സിങ് ഇഷ്യൂസ് ഇൻ ഈസ്തറ്റിക്സ് ആണ് ചീഫ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ അഭിനവ് ഗുപ്തയുടെ ഈസ്തറ്റിക് തിയറിയുടെ ചീഫ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ ദ ചീഫ് മെറിറ്റ് ഓഫ് അഭിനവ് ഗുപ്താസ് ഈസ്തറ്റിക് തിയറി ഈസ് ഇൻ ഇറ്റ്സ് ക്ലാരിഫിക്കേഷൻസ് ഓഫ് ദ പെർപ്ലെക്സിങ് ഇഷ്യൂസ് ഇൻ ഈസ്തറ്റിക്സ്. അപ്പോൾ ഏതാണ്ട് 17 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇത് പോരാ. കാരണം ഞാൻ അത്ര തന്നെ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഇതിലുള്ള ഓരോ ടേംസും അല്ലെങ്കിൽ ഓരോ തിയറിയും എന്താണെന്നുള്ളത് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു ടൈപ്പിലുള്ളൊരു എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് പോകേണ്ടതായിട്ടുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ക്വസ്റ്റ്യൻസ്, അത്യാവശ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരും. കാരണം നമ്മളൊന്നുകൂടി കൂടുതലായിട്ടും നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്ത കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും. വളരെ റെയറായിട്ട് കിട്ടുന്ന കുറച്ച് ടോപ്പിക്കുകൾ, അതുമായിട്ട് തന്നെയാണ് ഇനി അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുന്നതും. അത് നമുക്ക് നോക്കാം. പിന്നെ നിങ്ങളെൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ പിന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്തേക്കുക. ഇനി പുതിയ വീഡിയോസ് എന്തായാലും ഇടും. നമ്മുടെ HSAയുടെ ക്ലാസ് കഴിഞ്ഞ് തീർച്ചയായിട്ടും HSSTക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ക്ലാസ്സുകളും ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.